ഈ ഇതിൻ്റെ തുടക്കമൊക്കെ ഭയങ്കര ഇമ്പ്രസീവ് ആയിട്ടുള്ള തുടക്കമായിരുന്നു. ഈ കാമുകി ഉൾപ്പെടെയുള്ള ഷോർട്ട് ഫിലിംസ്, ക്രിസ്റ്റഫ് ടോമി ആയിട്ടുള്ള തുടക്കം. ഈ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ഗ്യാപ്പുകളൊക്കെ വന്നല്ലോ, ആ സമയത്ത് എങ്ങനെയാണ് സർവൈവ് ചെയ്തത്? സർവൈവലല്ല, ഞാൻ ആ സമയത്ത് കുറച്ചും കൂടി ബെറ്റർ ആവാനുള്ള ശ്രമത്തിലായിരുന്നു. ഞാൻ ആക്ച്വലി ഡ്രാമ സ്കൂൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് ഈ കാമുകീൻ്റെ ഓഫർ വരുന്നത്. ഓഫറല്ല, ഞാൻ ഓഡിഷൻ അപ്ലൈ ചെയ്യുന്നത്. പിന്നെ ഈവൻ ഒരു ഫിലിം, ഇപ്പം എനിക്ക് അങ്ങനെ ഒരുപാട് ഫിലിംസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഏത് ഫിലിം ചെയ്യുന്നു അതിൽ എൻ്റെ ഏറ്റവും 100% ബെസ്റ്റ് കൊടുക്കുക എന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചിരുന്നുള്ളൂ. അപ്പം അങ്ങനെയാണ് എൻ്റെ ഒരു, ഞാൻ ആക്ച്വലി സർവൈവലിനെ കുറിച്ചിട്ട് അങ്ങനെ വറീഡ് അല്ല. ഏറ്റവും ബെസ്റ്റ് വർക്ക് പുറത്തേക്ക് വിടാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രൈൻ്റെ ഭാഗമായിട്ടാണ് ഇത് ഡിലേ ആവുന്നത്. ഓക്കെ. ഈ ജമീലൻ്റെ പൂങ്കുഴലിൽ ആദ്യം ഈ നായക നടൻ എന്നൊക്കെയുള്ള രീതിയിലൊരു ലോഞ്ചാണ്. ബേസിക്കലി സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇതൊരു നായക പരിവേഷമുള്ള ഒരു കഥാപാത്രം അല്ലാത്തതുകൊണ്ടാണ് ഞാൻ ബേസിക്കലി എനിക്കിത് കുറച്ചും കൂടി അപ്പീലിംഗ് ആയിട്ട് ഫീൽ ചെയ്തത്. ഇതിപ്പോൾ മൂവി കണ്ടു കഴിയുമ്പം ആൾക്കാർക്ക്, ഇപ്പം മൂവിൻ്റെ മുന്നേ എനിക്ക് പറയുന്നതിലൊരു ലിമിറ്റേഷൻ ഉണ്ട്. പക്ഷേ ഈ സിനിമയിൽ ഒരു നായകന് വേണ്ട ഒരു എന്താ പറയുക, ഒരു സംഭവം ചേരുവകളല്ല ഇതിന്. ഇതൊരു പ്രൊട്ടാഗനിസ്റ്റ്, ഒരു മെയിൻ ക്യാരക്ടർ, ഏറ്റവും കൂടുതൽ ആക്ച്വലി സീൻസിൽ അഭിനയിച്ച ഒരു ഫിലിം ജമീലാൻ്റെ പൂങ്കുഴലിയായിരിക്കും.